സത്യത്തിൽ ഞാൻ കൊടുത്ത മരുന്നുകൊണ്ട് തന്നെയാണോ ഇത് കുറഞ്ഞത്? ഈ ഡോക്ടർ ഒന്നും കൊളാക്കുന്നില്ല, ഈ ഡോക്ടർ ഉള്ള കാര്യം പറഞ്ഞു തരും. നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു, അവർക്ക് മാറിയതായിട്ട് അവരുടെ അനുഭവം പറയുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങി, സത്യത്തിൽ ഞാൻ കൊടുത്ത മരുന്നുകൊണ്ട് തന്നെയാണോ ഇത് കുറഞ്ഞത്? അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് സത്യത്തിൽ അതല്ല, ഇത് വേറെ പല കാരണങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സെൽഫ് ലിമിറ്റിംഗ് അസുഖങ്ങളെക്കുറിച്ചും ഈ ന്യൂട്രീഷൻ്റെ ഒക്കെ റോളിനെ കുറിച്ച് മനസ്സിലായത്. ഇത് പ്രധാനമായിട്ടും പല അസുഖങ്ങളും റിയൽ അസുഖങ്ങളല്ല. ചില അസുഖങ്ങൾ വലിയ കുഴപ്പമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും, മരുന്ന് കൊടുത്താൽ കുറയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അവരെ നമ്മൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കില്ല, നേരെ റെഫർ ചെയ്യും. അവരെ ജീവൻ കളയാൻ പറ്റില്ലല്ലോ, സമയം കളയാൻ പറ്റില്ല, പൈസയും കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് നമ്മൾ വലിയ കാര്യമായത് എന്തുകൊണ്ടാ വെച്ചാൽ അവർ നോക്കുമ്പോൾ ഈ ഡോക്ടർ ഒന്നും കൊളാക്കുന്നില്ല, ഈ ഡോക്ടർ ഉള്ള കാര്യം പറഞ്ഞു തരും, ഇങ്ങനെയുള്ള ഒരു സംഭവം വരാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ തുറന്ന് ഇങ്ങനെ പറയുമ്പോൾ പോലും ഒരാൾ പോലും, ഒരു രോഗി പോലും വന്നിട്ട് അന്ന് പിന്നെ നീ എന്തിനാ എനിക്ക് അങ്ങനെ ഒന്നും വരുന്നതെന്ന് ഒരാൾ പോലും ചോദിക്കില്ല. ആ ധൈര്യം നമുക്കുണ്ട്.